ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ഓരോ മെസ്സേജൊക്കെ അയച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, പ്രകാശിനിങ്ങനെ കുളിര് ഓടിക്കാൻ വേണ്ടിയിട്ട്. പ്രകാശനപ്പോൾ മെസ്സേജ് എടുത്ത് വായിക്കുമ്പോൾ ആ മെസ്സേജിൻ്റെ അകത്ത് എഴുതിയേക്കുക, 3 കുട്ടികളുടെ അച്ഛനാണെന്ന് കണ്ടാൽ പറയില്ല എന്ന്. എന്നിട്ട് പ്രകാശൻ അവിടെ കിടന്ന് തുള്ളിച്ചാടുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് പ്രകാശൻ്റെ അമ്മ അങ്ങ് വരുവാണ്. എന്നിട്ട് പറയുകയാണ്, എന്താടാ പ്രകാശ, നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശൻ പറയുക, ഇനി നമുക്ക് നല്ല സമയം അമ്മേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോന് ആളൊക്കെ ചൊറുചൊറുക്കായി, 2-3 അറ്റാക്ക് വന്നെങ്കിലും ഇപ്പം എൻ്റെ മോന് എല്ലാം മാറി നല്ല സുന്ദരക്കുട്ടനായി എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാം, ഇനി നമുക്കൊരു വീടും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഓർക്കാനില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട്, നമ്മുടെ കാർത്തിക മോള് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാൽ കുട്ടി വാക്ക് പാലിക്കുകയും ചെയ്യും. പിന്നെ വീട്ടിലോട്ട് ഇനി ആൾക്കാരൊക്കെ വരുമല്ലോ വേറെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രകാശൻ അമ്മ ചോദിക്കുവാണ്, നീ ആ കല്യാണിയുടെ അമ്മയുടെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്, ദീപയുടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശൻ ദേഷ്യപ്പെട്ട് പറയുകയാണ്, അവളുടെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത് എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ലക്ഷ്മിയുടെ കാര്യം ഇങ്ങനെ നൈസായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും പ്രകാശൻ അമ്മ പറയുന്നുണ്ട്, എന്നാടാ പറയടാ, നിൻ്റെ മനസ്സിലെന്തോ ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയുമ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട്, അതിനൊക്കെ സമയമായില്ല, ആകുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് കണ്ണട അവിടെ നോക്കി പാട്ടൊക്കെ പാടി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന കിരണിനെയും കല്യാണീനെയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നീ പോയിട്ട് വാ, എനിക്ക് കൂടെ വരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, സത്യത്തിൽ ഞാനാണ് ഒറ്റയ്ക്കായി പോയത്, കിരണേട്ടൻ ഇവിടെ എല്ലാവരും കൂടെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, കുറച്ച് അകന്ന് നിന്നാലേ സ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് നേരാ, അതുപോലെയാണല്ലോ നയനയ്ക്കും ആദർശേട്ടനും സ്നേഹം തോന്നിയത്, ഇനിയിപ്പോൾ നമുക്കും തോന്നട്ടെ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പരസ്പരം ഐസ്ക്രീമൊക്കെ കൊടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കുവാണ് കേട്ടോ അവരവിടെ. അത് കഴിയുമ്പോഴത്തേക്കും കല്യാണി വരുന്നുണ്ട്, ഇനി എന്തായാലും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പോവുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്ന ലക്ഷ്മീനെയും കാർത്തികേനെയാണ്. അപ്പോഴത്തേക്കും കാർത്തികയോട് ലക്ഷ്മി പറയുന്നുണ്ട്, അയാളതേ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക പറയാണ്, അയക്കട്ടെ അമ്മേ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണിച്ചിട്ട് വേണം താഴോട്ടെടുത്ത് ഒറ്റയേറെറിയാൻ എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, കിരണിൻ്റെയും കല്യാണിയുടെയും കൺസ്ട്രക്ഷൻ പരിപാടി നിർത്തിയല്ലോ എൻ്റെ വീടിന് വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്നുണ്ട്, അതും ഇനി അവനെയും അവൻ്റെ മോനെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. അവർ നല്ല ആത്മാർത്ഥമായിട്ടൊന്ന് പണിതോളും, ഇപ്പം വീട് പണിയാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് തന്നെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ആകെ എനിക്ക് ചിലവ് കുറച്ച് ഫുഡ്, അതെനിക്ക് കുഴപ്പമില്ല, ആത്മാർത്ഥത കാണിച്ച് അങ്ങനെ പണിത് അവരുടെയാണെന്ന് അവർക്ക് തോന്നി ഞാൻ അവരെ എല്ലും മുറിയെ പണിയെടുപ്പിച്ച് ലാസ്റ്റ് ഞാൻ വലിച്ച് താഴോട്ടിടും എന്ന് പറയുവാണ് കേട്ടോ കാർത്തിക. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ കിരണോടും കല്യാണിയോടും മാത്രം നമുക്ക് സത്യം പറഞ്ഞാലോ എന്ന് പറയുമ്പം കാർത്തിക പറയുന്നുണ്ട്, അത് വേണ്ടമ്മേ, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ കാണാൻ വേണ്ടി വരും, പിന്നെ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, അതെന്തായാലും ശരിയാവുമല്ല, ദൈവത്തിന് എന്തായാലും അറിയാമല്ലോ, അമ്മ എന്തായാലും അവന് മെസ്സേജ് അയച്ച് അവൻ്റെ ഒരു പരിവാക്കി എടുക്കുമെന്ന് പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹറാണെങ്കിൽ പോകാൻ തുടങ്ങാൻ നേരത്ത് നിഷയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടിരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നിഷയാണെങ്കിൽ പറയുവാണ്, എനിക്കും മനുവേൻ്റെ കൂടെ റോണിയേട്ടൻ്റെ കൂടെ വരണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മനോഹർ പറയുക, മോളൂനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അമ്മാവൻ മരിച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു എന്നൊക്കെ എല്ലാവരും അറിഞ്ഞാൽ മോളെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും അങ്ങനെ ഒരു രീതിയിൽ കാണും, കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സഞ്ചയനത്തിന് വരണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും മനോഹർ പറയാണ്, അത് വേണ്ട, ഇനിയിപ്പോൾ കുത്തുവാക്കുകളൊന്നും എൻ്റെ മോളൂനെ ആരും പറയുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ എന്തായാലും റിസപ്ഷൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങ് വരാം, ആ സമയത്ത് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം നിഷ പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ വിളിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനോഹർ പറയാം, ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം, മോൾ അങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ, ആരെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അറിയും എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിച്ച് നികർത്തുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.